വിവരം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. സർവകക്ഷി യോഗത്തിന് ശേഷമാണ് സർക്കാർ നിലപാട് അറിയിച്ചത്. വസതിയിൽ നിന്ന് നോട്ടുകെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയം ലോക്സഭയിൽ അവതരിപ്പിക്കും. 100-ലധികം എംപിമാർ പ്രമേയത്തിൽ ഒപ്പിട്ടതായും കിരൺ റിജിജു വ്യക്തമാക്കി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം, വിദേശകാര്യ വിഷയങ്ങൾ അടക്കം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. मानसून सत्र का शुरू होने से पहले ऑल पार्टी का फ्लोर लीडर्स का मीटिंग हुआ। सरकार की ओर से हम लोग ने सारा पॉइंट्स नोट किए हैं। हमने ये रिक्वेस्ट किया है कि सदन अच्छा से चले, इसके लिए पक्ष और विपक्ष मिल करके हमको काम करना होगा, आपस में कोऑर्डिनेशन अच्छी तरह से रखना होगा। मगर पार्लियामेंट का सदन अच्छी तरह से चले, ये सबका जिम्मेदारी है। हमने सहमति जताई है। हम स्पीकर साहब और हाउस के चेयरमैन साहब के सामने में रखेंगे, फिर बिजनेस एडवाइजरी कमेटी में ये मुद्दे को भी रखेंगे। कई अहम मुद्दे हैं जिस पे सब पार्टी ने अपना विचार रखा है कि सदन में चर्चा होना चाहिए। തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക ജൂലൈ 23-ന് പ്രസിദ്ധീകരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കരട് പട്ടിക ജൂലൈ 23-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 30-നും പ്രസിദ്ധീകരിക്കും. കരട്